എല്ലാവർക്കും നമസ്കാരം. പഴയന്നൂർ പുത്തിരിത്തറ പന്തീരക്കാവ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിനമാണ്. അത് ഈ വർഷം വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്ഷേത്ര ഉപദേശക സമിതി നിലവിൽ വന്നിട്ട് ആദ്യമായിട്ടുള്ള ഒരു ആഘോഷമാണ്. കഴിഞ്ഞ കൊല്ലം വരെ പ്രതിഷ്ഠാദനം നടക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ഭംഗിയാക്കി നടത്താനുള്ള തീരുമാനമാണ് കമ്മിറ്റി എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് 3-4 ദിവസത്തെ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. 27-ാം തീയതി മുതൽ വൈകുന്നേരം മുതൽ കലാപരിപാടികൾ, അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. 27, 28, 29. അതുപോലെ തന്നെ 30-ാം തീയതിയാണ് നമ്മുടെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ. 30-ാം തീയതി രാവിലെ 5:30 മഹാഗണപതി ഹോമത്തോടു കൂടി പരിപാടി ആരംഭിക്കും. അതിനുശേഷം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകളുണ്ടാവും. അതിനുശേഷം പഞ്ചവാദ്യം, അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികളുണ്ടാവും. അതിനുശേഷം നമ്മൾ 11-ഓടുകൂടി പ്രസാദകൂട്ടുണ്ടാവും. പ്രസാദകൂട്ടോടുകൂടി സമാപിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ. അതുപോലെ തന്നെ വൈകുന്നേരം, അന്നേ ദിവസം വൈകുന്നേരം ചുറ്റുവിളക്ക് കൂടി ഉണ്ടാവും. അതോടുകൂടി ഈ വർഷത്തെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ അവസാനിപ്പിക്കാനാണ് തീരുമാനിക്കുന്നത്. ഒരുപാട് പേരുടെ സഹായ സഹകരണങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. എല്ലാവരെയും ഈ നിമിഷം നമ്മൾ ഓർക്കുകയാണ്. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രം നമുക്ക് ഇങ്ങനെയൊരു ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇത് ടൗണിൽ നിന്നും വളരെ വിട്ടുകൊണ്ടുള്ളൊരു ചെറിയൊരു ഉൾപ്രദേശത്തായിട്ടുള്ള ഒരു അമ്പലം ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് വന്ന് പോകാനും അതുപോലെ തന്നെ പല പ്രയാസങ്ങളും ഇവിടെ നേരിടുന്നുണ്ട്. അപ്പോൾ ആളുകളെ ഇവിടെ എത്തിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷേ അതൊന്നൊക്കെ മാറുന്നതുകൊണ്ട് ഭഗവതിയുടെ സാന്നിധ്യം, ചൈതന്യം ഇവിടെ നിലനിൽക്കുക കാരണം എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളോടും ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത്. ഭഗവതിയുടെ കാരുണ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ എല്ലാ പരിപാടിയും ചെയ്യുന്നത്. എല്ലാവരും ഭഗവതിയുടെ ചൈതന്യം എല്ലാവർക്കും എത്തണം. അതിനെല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ പ്രതിഷ്ഠാദിന ചടങ്ങുകളിലും അതുപോലെ തന്നെ പ്രസാദകൂട്ടിലും എല്ലാത്തിലും പങ്കുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വരും വർഷങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ നമുക്കിത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ. ഇപ്പോൾ ആദ്യത്തെ വർഷമായതുകൊണ്ടാണ് നമുക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അടുത്ത വർഷം ഇതിനേക്കാൾ ഉപരി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. എല്ലാവരുടെയും സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. ഈ പ്രാവശ്യം സഹായിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.